ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പഴം വെച്ചിട്ടുള്ളൊരു കിടിലൻ സ്നാക്കാണ്. പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ 4 പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ റോബസ്റ്റ് പഴത്തിന് പകരമായിട്ട് നേന്ത്രപ്പഴമോ ഇല്ലെങ്കിൽ ഏത് ചെറുപഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നേന്ത്രപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റ് പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കിത് തൊലി കളഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഹാൻഡ് വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാറ്റർ തിക്കാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ ബാറ്റർ ലൂസായി പോയാൽ നമ്മൾ സ്നാക്ക് ശരിയാവില്ല. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചിത് തിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് ഇത് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് കൈവച്ചിട്ട് ഇത് ഓയിലിലോട്ട് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഓയിലിലോട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ കുറേശ്ശെ ബാറ്റർ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഓയിലിട്ട ടൈമിൽ നന്നായിട്ട് ഇത് പൊങ്ങി വരും, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അത്രയും ടൈം ഇല്ലെങ്കിൽ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ സ്നാക്ക് ഹാർഡായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കുറച്ച് ഹാർഡായിരിക്കും ഉണ്ടാവുക. അടിവശം ഒരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പുറം വശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ലവണ്ണം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇനി പഴുത്ത പഴമൊക്കെ ഉള്ള ടൈമിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും 10 മിനിറ്റ് മാത്രമേ ടൈം ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കണ്ട. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. താങ്ക് യു.